എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് വന്ദേ ഭാരത് എന്നുള്ള ട്രെയിനിന്റെ ഉദ്ഘാടനമൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്നുണ്ടാവും. കാരണം ഓരോ ട്രെയിൻ ട്രാക്കിൽ ഇറങ്ങുമ്പോഴും അവിടെ മോദി ഉൾപ്പെടെയുള്ള ഒരു ഗ്യാങ് വരും അത് ഉദ്ഘാടനം ചെയ്യാൻ. അത് ഏത് സംസ്ഥാനത്തിലായിക്കോട്ടെ പ്രശ്നമില്ല, മോദി അവിടെ വന്നിരിക്കും. പിന്നെ അതിനുശേഷം ഭയങ്കര PR വർക്കാണ്. അതിനുശേഷം പിന്നെ പൂജയാണ്. പൂജയില്ലാതെ ഒരു സംഗതി ഇപ്പൊ ഇന്ത്യയിൽ നടക്കില്ല എന്ന അവസ്ഥയായിരിക്കാണ്. അതിന്റെ പേരാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ സംഗതികൾ മുതൽ വലിയ വലിയ സംഗതികൾ വരെ ഒക്കെ ഇപ്പൊ പൂജ കൊണ്ടാണ് നടത്തുക. അതായത് ഒരു പാലം പൊളിഞ്ഞു വീണാൽ വരെ പൂജയാണ്. അതിപ്പോ നിങ്ങൾ പറയും ഉത്തരേന്ത്യയിലല്ലേ, കേരളത്തിലല്ലല്ലോ എന്ന് പറയും. അങ്ങനെയല്ല, കേരളത്തിലാണ് കൂടുതൽ പൂജപ്പ് ഉണ്ടാവുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കേരളത്തിൽ പാലം പൊളിഞ്ഞാൽ പൂജ, പാലത്തിന്റെ കച്ചറ വാരി വലിച്ചിടാൻ പൂജ, പുതിയ പാലം ഉണ്ടാക്കാൻ പൂജ, ഉദ്ഘാടനം ചെയ്യുക പൂജ, KSRTC ബസ് ഉദ്ഘാടനം ചെയ്യുക പൂജ, പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുക പൂജ, ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു ജീപ്പ് വന്നാൽ അതിന് പൂജ. അങ്ങനെ പാകെ പൂജയാണ്. പൂജ കഴിഞ്ഞിട്ടാണ് ഇപ്പോ ഈ പറയുന്ന വന്ദേ ഭാരത് ട്രാക്കിൽ ഇറങ്ങുക. നിറം മോടിയൊക്കെ കണ്ട എന്താന്ന് വിചാരിക്കും. മാത്രമല്ല പൊങ്ങച്ചത്തിന് യാതൊരു കുറവും വരരുതല്ലോ. പൊങ്ങച്ചൻ നന്നായിട്ട് പറയും. പക്ഷെ സത്യത്തില് ഈ പറയുന്ന കാണുന്ന വന്ദേ ഭാരതിന്റെ ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചൈനയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഒരുവിധ സാധനമൊക്കെ ചൈനയിൽ നിന്നാണ്. പിന്നെ കുറച്ചെന്തെങ്കിലും പേരിന് വല്ല ചക്രോ വല്ല സ്പ്രിങ്ങോ ഒക്കെ ഇന്ത്യയിൽ നിന്ന് ഫിറ്റ് ചെയ്യും. എന്നിട്ട് പറയും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു സംഖ്യകൾ ചെയ്യുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ഒക്കെ തകർന്നല്ലോ. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ ഒക്കെ തകർന്ന് തരിപ്പണമായി. ഒക്കെ ജാടിയായിരുന്നു മനസ്സിലായിപ്പോ എല്ലാവർക്കും. അപ്പോ ഈ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബോഗികൾ, അതിന്റെ ഇഞ്ചിൻ, അതിന്റെ പിന്നെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്യും ഇന്ത്യയിൽ. എന്നിട്ട് പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ട്രാക്കിൽ ഇറക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? മോദിയുടേതാണ്. മോദി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും നടക്കില്ല. മോദിയാണ് നിങ്ങൾക്ക് ഈ വന്ദേ ഭാരത് മുതൽ അരിമണി വരെ തരുന്നത് എന്ന് പറഞ്ഞു പിടിപ്പിക്കുകയാണ്. അങ്ങനെ വലിയ പൊങ്ങച്ചമാണ്. എന്നുവെച്ചാൽ ലോകത്ത് വേറെ ആർക്കും ഇതൊന്നും സാധ്യമല്ല. ഞങ്ങൾ കുറച്ച് സംഘീ ഭീകരന്മാർക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കൂ. എന്നിട്ട് ഈ വന്ദേ ഭാരത് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്? 150 സ്പീഡ്, ആവറേജ് 150, 140 ആ സ്പീഡിലേ ഓടുള്ളൂ. അതിനാണ് ഇത്രയും പൊങ്ങച്ചം. അതേസമയം മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ ചൈനയുടെ ഉദാഹരണം പറയാൻ വെച്ചാൽ പിന്നെ ഇവിടെ നിൽക്കൂല. ഇന്തോനേഷ്യ ആയിക്കോട്ടെ, മറ്റുള്ള രാജ്യങ്ങളായിക്കോട്ടെ, ഇന്തോനേഷ്യയിലൊക്കെ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടല്ലോ. ഒരു ബുള്ളറ്റ് ട്രെയിൻ ഇറങ്ങുമ്പോൾ ഒരു ഉദ്ഘാടനവും ഇല്ല. ചെറുതായിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അത്ര തന്നെ. കാരണം ബുള്ളറ്റ് ട്രെയിൻ ആണല്ലോ, എന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. ഇത് എന്താ പൊങ്ങച്ചം. എന്നിട്ടോ ഈ ബുള്ളറ്റ് ട്രെയിനൊക്കെ ഓടുന്നത് ഇന്തോനേഷ്യ പോലത്തെ രാജ്യങ്ങൾ ഓടുന്നതോ 373 കിലോമീറ്റർ സ്പീഡിലാണ്, 400 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ഓടുന്നത് മണിക്കൂറിൽ. ആവറേജ് തന്നെ 400 കിലോമീറ്റർ സ്പീഡാണ്. അതിന് പൊങ്ങച്ചില്ല. ഒന്നും ചെണ്ടകൊട്ടലും പാടലും ഭീഷണിപ്പെടുത്തലും അതിനും നിങ്ങൾ എവിടെയും കാണുന്നില്ല. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മന്ദം കുന്തല്ലാതെ വരുന്ന ഒരു നേതാക്കന്മാരെ നമ്മൾ കാണുന്നില്ല എവിടെയും. ചൈനയിലൊക്കെ ഡെയിലി ബുള്ളറ്റ് ട്രെയിൻ ഉദ്ഘാടനമാണ്, വന്ദേ ഭാരത് അല്ല. കാളവണ്ടി പോലത്തെ വന്ദേ ഭാരത് അല്ല. അവിടെ നിന്ന് ഒരു ഉദ്ഘാടനവും ഇല്ല, ഒരു പൊങ്ങച്ചം പറച്ചിലും ഇല്ല, കാട്ടിക്കുട്ടൽസും ഇല്ല. പിന്നെ പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ട പോലത്തെ കളിയൊന്നും അവിടെ ഇല്ല. ഫുള്ള് പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ട പോലത്തെ കളിയാണ് ഇന്ത്യയിൽ. അപ്പോ എന്നിട്ടും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്രാക്കിൽ ഇറക്കിയിട്ട് വല്ല സംസ്കാരം ഉണ്ടോ? സംസ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംസ്കാരമുണ്ട്. ആർച്ച ഭാരത സംസ്കാരമുണ്ട്. അത് കാണിക്കും. ഒരു യൂണിഫോം ഒക്കെ ഇട്ട് കൊടുക്കും. ഏതെങ്കിലും കള്ളുടിമാർക്കും ഗുണ്ടകൾക്കും പെണ്ണുപിടിമാർക്കും ഒക്കെ ആരാണോ BJPക്ക് വിധേയപ്പെട്ട് ചെരുപ്പ് നക്കുന്നത് അവർക്കൊക്കെ ഈ യൂണിഫോം എടുത്ത് കൊടുക്കും. യൂണിഫോം ഇട്ട് ഒരു ചൈനീസ് നിർമ്മിത ട്രെയിനിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ. സംസ്കാരം പറഞ്ഞത് ഉള്ളിൽ നിന്ന് വരേണ്ടതല്ലേ, അതില്ലല്ലോ. അങ്ങനെ സംസ്കാരമില്ലാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ രംഗം. ഒരു സിസ്റ്റം ഇല്ലേ, കച്ചറത്ത് പുറത്തു വരാം. ये है इंडियन रेलवे की हालत. सीनियर कर्मचारी सारा पूरा उठा के बाहर फेंकते हुए. सिंपल അറിയണ്ടേ എന്തായാലും. ये देखिए ഇതിലാദ്യമായിട്ട് കാണണേ क्या हालत है इंडियन रेलवे की. और ये बोलते हैं देश को आगे बढ़ाएंगे. ऐसे बढ़ेगा देश आगे. ऐसा नहीं करते. क्यों रखा है? देखो पब्लिक इकट्ठा कर रही है, ये बाहर फेंक
ये देख അല്ല സിമ്പിൾ ആണ്. അതായത് എത്ര ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയാലും വേണ്ട ബോഗികള് ഇഞ്ചിനൊക്കെ ജപ്പാനിൽ നിന്ന് ഉണ്ടാക്കിയാലും വേണ്ടില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒക്കെ സാധനത്തിൽ കാണുന്നിട്ടോ. പക്ഷെ അതിൽ പണിയെടുക്കുന്നത് ആർച്ച ഭാരതക്കാരാണെങ്കിൽ ഇതാണ് കോലം. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇരിക്കുന്ന ആൾക്കാർ മോശമില്ല, പക്ഷെ അവര് വീട് എടുക്കുന്നത് കാരണം വലിയ വർത്താനം പറയാണ്. അവരതിനേക്കാൾ വലിയ വൃത്തികെട്ടന്മാരായിരിക്കും. അവർ പറയണല്ല ഈ കച്ചറിന്റെ പുറത്തേക്ക് എറിയുന്നത്. അപ്പൊ അയാൾ പറയണത് പുറത്തേക്കാരല്ല, പിന്നെ വേറെ സ്ഥലം വേണ്ടേ? അതിൽ നിറഞ്ഞു 4000 ആൾക്കാർ ട്രെയിനിൽ ഉണ്ടാവുമല്ലോ. അപ്പോ ഇവരൊക്കെ കച്ചവടം എവിടെ ഇടും? അപ്പൊ ഒരു സിസ്റ്റം ഇല്ല. ഒരു ട്രെയിൻ ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ് മോദിക്ക് PR വർക്ക് നടത്താൻ വേണ്ടിയിട്ട്. ഇതിന്റെ കച്ചറ എവിടെ കൂട്ടിയിടണം, ഏത് സ്ഥലത്ത് ഇറക്കി വെക്കണം, ഒന്നുമില്ല. ഭക്ഷണം തന്നെ പഴകിയ ഭക്ഷണം കൊടുത്തിട്ട് ജനങ്ങൾ അടിയുണ്ടാക്കണം അതിൻ്റെ ഉള്ളിൽ. ഇതേ വന്ദേ ഭാരതിന്റെ ഉള്ളിൽ പഴുകി ദ്രവിച്ച ഭക്ഷണം, പിന്നെ മഴ പെയ്താൽ ചോരുന്നതിട്ട് കുട പിടിച്ചിരിക്കണം. പൊങ്ങച്ചം ടോപ്പ് ക്ലാസ് ആണ്. ഇപ്പൊ തമിഴിൽ കണ്ടല്ലോ ഉദ്ഘാടനത്തിന്റെ വീടുകളത്തെ ഫോട്ടോകളൊക്കെ, അതാണ് അവസ്ഥ. ഇത് വേറൊന്ന്, യൂണിഫോം ഉണ്ട്, സംസ്കാരമാണ് ഇല്ലാത്തത്. എന്നാ വിട്ടോ, അറിവെടുത്തതാണ്. അങ്ങനെ ഓടുന്ന എല്ലാ ട്രെയിനിലും ഇതുപോലെ ഓരോ മിനിറ്റിൽ വെച്ച് ഇങ്ങനെ കച്ചറ തട്ടിക്കൊണ്ടേയിരുന്നാല് ഒരു കൊല്ലം കഴിയുമ്പോ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലൊന്നും പിന്നെ ആൾക്കാർക്ക് അടുക്കാൻ പറ്റൂല, അത്രയും കച്ചറ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഏറാണ്. മറ്റൊരു മറുഭാഗത്ത് കൂടെ സ്വച്ഛ് ഭാരത് പറഞ്ഞിട്ട് കോടികൾ അടിച്ചു മാറ്റുന്നത് വേറെ ഭാഗവും. ഇന്ത്യ വൃത്തിയുള്ളതാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ അങ്ങനത്തെ വാചകടിക്കാൻ ഇപ്പൊ വലിയ പണിയൊന്നും വേണ്ടല്ലോ. അങ്ങനെ വാചകടിക്കാണ് ഫുള്ള്. പിന്നെ എന്താ വിദേശികൾ വന്നിട്ട് വരെ വന്ദേ ഭാരതിന്റെ ഉള്ളിലത്തെ ഈ പേക്കൂത്ത് കാണിക്കാണ്. കണ്ടോക്കി വിദേശികൾ എടുത്തത് സംസ്കാരം. ആർച്ച ഭാരത കി ജയ്. ഇതാണ് ആർച്ച ഭാരത്. Guess where he pushed it? Where? On the track. Really? Okay. Unreal, mate. All of it just shoved onto the track. Yeah. You see me filming as well, he didn't care. Well, you don't think it's wrong. Ladies and gentlemen, welcome to the trains of India. ഇന്ത്യൻ ട്രെയിനിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് ഫുള്ള് സംസ്കാര ശൂന്യമായിട്ടുള്ള സംഗതികളെ കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ സർവീസ്, പുറമെ നല്ല പെയിന്റ് ഒക്കെ ഉണ്ട്, നല്ല പെയിന്റ് അടിച്ച് നല്ല മിനുക്കിയിട്ടുണ്ട്. പക്ഷെ ഉള്ളിലത്തെ പിന്നെ സർവീസ് എങ്ങനെയാണ് അതും കൂടി കാണുക. ഇതിനതിൻ്റെ ഉള്ളിലത്തെ പിന്നെ എന്താണ് അതിൻ്റെ पूरी रात कॉर्नर में बजाता रहा हूँ, कोई नहीं आया है। आप लोग कौन है? और ये जहाँ अटेंडेंट होना चाहिए, आप देख रहे हैं यहाँ पे काउंटर बैठे हुए हैं, सामान भी रखा हुआ है। तो वो अटेंडेंट यहाँ के क्या नाम है? शंकर पासवान। कहाँ से तो? पूरी रात कहाँ थे? कॉल में बस्ती रहेगी, किस लिए लगाया गया है? पूरी रात बस्ती रही, तुम नहीं आए हो। हमारा कमरा है, किसका कमरा है? यहाँ कौन होना चाहिए? കണ്ടോ, ചൈനക്കാരെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കില്, അതായത് യാത്രക്കാർക്ക് ആവശ്യം വന്നാൽ അവിടെ ബട്ടൺ അമർത്തിയാലും ഇവിടെ ലൈറ്റ് കത്തും. അതൊക്കെ ചൈനക്കാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, അറ്റൻഡന്റിന്റെ കോലാണിത്. ഏതോ ഒരു ഗുണ്ട, ആ ഗുണ്ടക്ക് ജോലി കൊടുത്തിരിക്കുകയാണ്. BJP-ക്കാർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോയിട്ടേ അതിനുള്ള നന്ദി സൂചകമായിട്ട് ജോലി കൊടുത്തിരിക്കുകയാണ് മൂപ്പർക്ക്. എന്നിട്ട് മൂപ്പരെന്താ ചെയ്യുന്നത്? എവിടെയോ തണ്ണി അടിച്ച് അവിടെ കിടക്കാണ്. പോരാത്തതിന് കുറെ പിന്നെ ഇല്ലീഗലായിട്ടുള്ള യാത്രക്കാരനെ സ്വന്തം പൈസ വാങ്ങി സ്വന്തം പോക്കറ്റിലിട്ടിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഒരു 4-5 പേരെ. അവർക്ക് വന്ദേ ഭാരതിന്റെ യാത്രാ സുഖ സൗകര്യങ്ങൾ നുകർന്നുകൊണ്ട് യാത്ര ചെയ്യും ചെയ്യുക, തുച്ഛം പൈസ കൊടുത്താൽ മതി. ആ പൈസ മൂപ്പർക്കുള്ളതാണ്. ഇല്ലീഗൽ വർക്കും അതിൻ്റെ ഇടയിൽ കൊണ്ട് ചെയ്യാണ്. യാത്രക്കാരുടെ ആവശ്യം നോക്കൊന്നുമില്ല. എന്ത് ലൈറ്റ്, എന്ത് ബൾബ്, ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണേ. അന്തം കുന്തം പോയിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതൊക്കെ ഒരു ഗുണ്ടല്ലേ. അയാളുടെ കോലെന്ന് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. मुझे इस चीज में दिक्कत नहीं है कि तुम पैसे लेकर लोग वहाँ पे बैठा रहे हो, लेकिन कम से कम सर्विस तो दोगे यहाँ पे। യൂണിഫോം ഇട്ട് വെച്ചിരിക്കുകയാണ്. होना चाहिए कि क्यों कॉल बेल बजी जाएगी? तब से तुम झाँकने आए, एक बार झाँकने आए तो गए तो आगे तब ना, वहाँ से बनेगा तब बाकी खराब है।
हाँ? एक बार पूरी रात सो रहा था अब एक बार मैं इसको बोलने भी आया ना तुम हम लोग का टेक्निकल स्टाफ मिलता है ना तो मिलते हो പിന്നെ തോന്നിയ പോലെ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റും ചെയ്യാൻ പറ്റില്ല. മൂപ്പരെ കൂടെ 4-5 ഗുണ്ടകൾ വേറെ അപ്പുറത്തിരിക്കുന്നുണ്ടാവും. അവരൊന്നും നിങ്ങൾ ഉന്തി തള്ളി പുറത്തേക്ക് ഇട്ടാൽ എന്ത് ചെയ്യും? ഒരു കേസും ഉണ്ടാവില്ല. അന്വേഷിക്കാനൊന്നും ആരുമില്ല. കേസൊക്കെ എവിടെ കൊടുക്കാനാണ്? ഏതോ കാട്ടുമുക്കിലേക്ക് നിങ്ങൾ വീണ് ചത്തുണ്ടാവുക. കേസ് കൊടുക്കേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. പോലീസിന് പറയും ഇവിടെ അല്ല പറഞ്ഞ് കളിക്കും. കേരളത്തിൽ കേസ് കൊടുത്താൽ പറയും അവിടെ അല്ല, അവിടെ പോയി കേസ് കൊടുക്കും. അവിടെ പോയാലും എവിടെ ഏത് കാട്ടിൽ നിൽക്കും. അങ്ങനെ മരിച്ചോന് പോയതല്ലാതെ വേറൊരു പ്രശ്നമില്ല. അപ്പോ അങ്ങനെ തോന്നിയ പോലെ കംപ്ലൈന്റ് സഹിച്ചവിടെ ഇരിക്കാതെ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലേ, പൈസ വാങ്ങിയിട്ട് മറ്റേ പാൻട്രിയിലേ സുഖതന്ത്രമായിട്ട് കുറെ ആൾക്കാർ ഇരുത്തി പൈസ വാങ്ങി സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് AC-ല്. अरे पानी मरने का डर, छोटे बच्चे नहीं आते ये लोग. മൂപ്പരെ കോലം കണ്ട് എന്തോ ഒരു കുളവേറ് കള്ളു പിടിച്ച് ഒരു കുളവേറും ഉണ്ട്. എങ്ങനെയോ നിൽക്കുന്നുണ്ട്. ഒരു യൂണിഫോം എടുത്തിരിക്കുകയാണ്. മറ്റുള്ള രാജ്യത്ത് പോയി നോക്കി നിങ്ങള്. പിന്നെ ഈ അറ്റൻഡന്മാരൊക്കെ മറ്റേ ഇതില് എന്താ പറയാ ട്രെയിനിലൊക്കെ ഒന്നാമത്തെ ഇതുപോലത്തെ ഗുണ്ടകളെ വെക്കാനില്ല. കാണാൻ കൊള്ളാവുന്നവരെ വെക്കുള്ളൂ. വിവര വിദ്യാഭ്യാസം ഉണ്ടാവും, വെടിപ്പും വൃത്തിയും ഉണ്ടാവും. അതാണ് മെയിൻ, വെടിപ്പും വൃത്തിയും. പിന്നെ ഇല്ലല്ലോ ഇന്ത്യയില്. അതാണല്ലോ ആശാഭാരത സംസ്കാരം എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഇങ്ങനെ നൃത്തം നോക്കിയേ. അയാളെക്കാളും ഡബിൾ ഉണ്ടായുള്ള കുടവയറ്. അതായത് എങ്ങനെയാണ് ജനങ്ങളുടെ അടുത്തേക്ക് പോവുക? വിളിച്ചാൽ ആ ട്രെയിനിൽ മൊത്തം നടക്കുക. അപ്പൊ അതാണ് എന്ത് കണ്ടിട്ടാ ജോലി കൊടുക്കുന്ന ആരും കണ്ടില്ല. ആർക്കറിയാം? ഏറ്റവും നന്നായി ഗുണ്ടാപ്പണി ചെയ്യുന്ന BJP-ക്കാർക്ക് തല്ലാനും കൊല്ലാനും 4-5 ആൾക്കാരെ കൊന്ന ആൾക്കാരൊക്കെ ബീഫ് തിന്ന് പറഞ്ഞിട്ട് കൊല്ലല്ലോ. അങ്ങനത്തെ ആൾക്കാരൊക്കെ തേരാപ്പാര നടക്കുന്നുണ്ടല്ലോ. അവർക്കൊക്കെ കൊടുക്കുന്ന ജോലിയാ തോന്നുന്നുണ്ട്, ഉയർന്ന ശമ്പളത്തില്. സർക്കാർ ജോലിയാ, നല്ല ചില്ലറ കളിയല്ല, സർക്കാർ ജോലിയാണ്. ലൈറ്റൊക്കെ ഓഫാക്കി. കാണല അങ്ങനെ ആർച്ച ഭാരത സംസ്കാരമാണ് മൊത്തം അതിൻ്റെ ഉള്ളില്. എന്നുവെച്ചാ എന്താണ്, ഈ നായ നടുക്കടലിൽ പോലും നക്കിറ്റ കുടിക്കുള്ളൂ പറഞ്ഞ പോലത്തെ പരിപാടിയായി. എന്തുണ്ടായിരുന്ന കാര്യം? അവസാനം നമ്മുടെ സംസ്കാരം തന്നെ ലാസ്റ്റ് കാണിക്കണം. ഇനി ഇതാ ഉദ്ഘാടനത്തിന്റെ ചടങ്ങ്, അത് എന്തായാലും കുറക്കണ്ട. ഒരു പൂജ ഒക്കെ വേണമല്ലോ. അതെന്തായാലും കൃത്യമായി നടക്കട്ടെ. ബാക്കിയൊന്നും കൃത്യമാണെങ്കിലും ഇത് നടക്കട്ടെ. അടിയിൽ പൊളിഞ്ഞിക്കണ്. നമ്മൾ ഓരോ സ്റ്റോപ്പുകളും പല രീതിയിൽ ജീവിതത്തിലാദ്യമായിട്ട് കാണാണേ ട്രെയിനൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ അടിപൊളി. ജീവിതത്തിലാദ്യമായിട്ട് ഒരു സാധനം കാണുമ്പോ അടിപൊളിയായിട്ടൊക്കെ തോന്നും. എനിവേ വിദേശ രാജ്യങ്ങളിലത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് നാറുകളാണ് ഇവർക്ക് ഇപ്പോഴാണോ നേരം വിളിക്കണം ചോദിക്കും. ഓക്കെ, എനിവേ ഭയങ്കര വൻ നേട്ടമാണിത്. ഇനി അടുത്ത് കാണിക്കാനുള്ളത് പിന്നെ എയർപോർട്ടാണ്. ഇതിപ്പോ റെയിൽവേ സ്റ്റേഷനായി, ഇനി എയർപോർട്ടിലത്തെ സംസ്കാരം കണ്ടോക്കിയേ. കേട്ട് ദമാമിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന യാത്രാ വിമാനത്തിലത്തെ അനുഭവമാണിത്. एक भी नहीं ബാംഗ്ലൂരിലേക്ക് ദമാമിൽ നിന്ന് വന്ന ഒരു പ്ലെയിനിലത്തെ അനുഭവമാണ്. ഒറ്റ മൊബൈൽ ഫോൺ ഇല്ല. ചാർജറും മറ്റു ബോക്സ് ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ മൊബൈൽ ഫോൺ, അതിൻ്റെ ഉള്ളിലത്തെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അത് എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. മോഷണം കൊണ്ടുപോകല്ല, കാട്ടു എന്ന് തന്നെ പറയാം. അതും കിട്ടണ വെച്ച് ഫുള്ള് ആരാണ് കക്കുന്നത്? അവിടെ ബാഗേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെ. ഏത് ബെൽറ്റിൽ വരുന്നല്ല, അതിന്റെ പിന്നിലെ ആൾക്കൊന്നും അറിയില്ലല്ലോ. അതിന്റെ പിന്നിലെ വിമാനത്തിന്റെയും ആ ബെൽറ്റിലേക്ക് ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ക്യാമറ ഒന്നും ഉണ്ടാവില്ല. അവിടെ നിൽക്കുന്ന ഫുള്ള് കള്ളന്മാരായിരിക്കും. കള്ളന്മാർക്കാണ് അതിലൊക്കെ ജോലി കൊടുക്കുക. ഏറ്റവും നന്നായി കക്കുന്നവർക്കാണ് അവിടെ ജോലി കൊടുക്കുക. കാരണം എന്താ വെച്ചാല് ആ കക്കുന്നതിന്റെ ഒരു പങ്ക് മേലുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കിട്ടും. അപ്പൊ അവരതിന് കക്കാൻ പറ്റിയ ആൾക്കാരെ നിർത്തുക. കട്ടുകൂട് എന്ന് പറഞ്ഞിട്ട്
കാരണം തെളിവൊന്നുമില്ല. ഇപ്പൊ പരാതി കൊടുത്ത് വന്ന് വരുമ്പോഴേക്കും 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് ഇങ്ങനെ വട്ടം കറക്കി അവസാനം ഫ്രോഡ് പോയി പഴയകട്ടെ മടുത്തൊന്നും പറഞ്ഞിട്ട് ആൾക്കാർ തിരിച്ചു പോകും. കാരണം പരാതി കട്ടതും ഇവരെന്നെ, പരാതി കൊടുക്കേണ്ടതും അവർക്ക് തന്നെ. എയർപോർട്ട് അതോറിറ്റിക്ക് അവരെന്നെയാണ് കക്കുന്നതും. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കക്കുന്നത് അവരെന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള പരാതി കൊടുക്കേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതേപോലെ തന്നെ എല്ലാ ഏജൻസികളും അത് തന്നെയാണ്. ഇപ്പൊ എല്ലാം നന്നായി കക്കാണ്. ഇന്ത്യൻ ജനങ്ങളെ നന്നായി മോഷ്ടിക്കുക എന്നുള്ളത് അത് മറ്റൊരു സംസ്കാരമായി മാറിയിരിക്കുകയാണ്. ആർച്ച ഭാരതത്തിന്റെ കൂടെ മറ്റൊരു സംസ്കാരം. അപ്പൊ കക്കാണ്. അല്ലെങ്കിൽ മോഷണത്തിനൊരു നിയന്ത്രണമൊക്കെ വേണ്ടേ? ഒരു ബാഗ്, ഒരു ബോക്സ് തുറക്കുക, അടുത്ത ബോക്സ് തുറക്കുക, അതിന്റെ അടുത്ത ബോക്സ് തുറക്കുക, എല്ലാത്തിനും മൊബൈൽ ഫോണ് ആരോടെ ചോദിക്കാൻ പറഞ്ഞാണ് കക്കുന്നത്. ബാംഗ്ലൂര്, കേരളത്തില് മോശമൊന്നുമില്ല കക്കലൊക്കെ. ഇപ്പൊ കുറച്ച് കുറഞ്ഞതാ. മുമ്പൊക്കെ ഫുള്ള് റിസ്റ്റ് വാച്ച്, അത് ഇത് മൊബൈൽ ഫോൺ ഒക്കെ മോഷ്ടിച്ചിരുന്നു. അത് പരാതി കൊടുത്തിട്ട് ഇപ്പൊ കുറച്ച് ഒതുങ്ങിയതാണ്. അപ്പോ ഇതാണ് അവസ്ഥ. ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു എയർപോർട്ട് അത് എന്താണ് ഇന്ത്യക്കല്ല, ഇന്ത്യക്ക് പുറത്തുള്ളതാണ്. ജപ്പാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദരിദ്ര രാഷ്ട്രമുണ്ട്. ജപ്പാനൊക്കെ കടത്തി വെട്ടിക്കാറുള്ളപ്പോ സംഘി സർക്കാർ ഇന്ത്യനെ കൊണ്ടെത്തിച്ചുള്ളത്. അപ്പൊ കണ്ടോക്കെ ഇതെല്ലാം ഇത് കണ്ട് നല്ല ഇവിടെ എത്ര ഓരോ പെട്ടികൾ കൃത്യമായി തലകുത്തി മറിഞ്ഞു കിടക്കുന്ന പെട്ടിയൊക്കെ അതിന്റെ അപ്സൈഡ് ഡൗൺ ചെയ്താൽ നോക്കി കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടല്ലേ ബെൽറ്റില്. അത് ഒരാൾ അതിനായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യയിൽ കാണുമോ? ഇന്ത്യയിൽ എറിഞ്ഞ് പൊളിക്കും ബോക്സൊക്കെ, എറിഞ്ഞ് പൊളിക്കും, അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ആർച്ച ഭാരതവും അല്ലാത്ത ഭാരതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.